രാവിലെ തന്നെ പള്ളിയിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മയുടെ സ്പെഷ്യൽ കുക്കിംഗ് ആണ്, സദ്യയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഗസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചിപ്പിയാണ് നമ്മളുടെ ഫസ്റ്റ് ഗസ്റ്റ്. അവൾ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. അവളിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഒന്ന് ഹർത്താലായിരുന്നു, ഇപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയപ്പോൾ ഇപ്പോൾ ബസ് സ്ട്രൈക്ക് ആയിപ്പോയി. കല്യാണത്തിന് ഹർത്താലായിരുന്നു, ഇന്നലെ നല്ല കൊച്ചാണ്. ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഔട്ട്ഫിറ്റ്. ഇത് പപ്പയും അമ്മയും കൂടെ ഗിഫ്റ്റ് തന്നതാണ്. അങ്ങനെ നമ്മളുടെ അടുത്ത ഗസ്റ്റ് വന്നിട്ടുണ്ട്, അഞ്ജലി. രാവിലെ നേരത്തെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലേറ്റായിട്ട് വന്ന് കയറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതായിരുന്നു ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. ഞാൻ എന്താണോ റെഫറൻസ് പിക്ക് കൊടുത്തത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൺട്രോത്തുരു തൈലൻഡ് കേക്ക്സാണ് നമുക്ക് കേക്ക് സെറ്റ് ചെയ്ത് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ സ്വീറ്റൊന്നും അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല, കേക്കൊന്നും എനിക്കങ്ങനെ ഇഷ്ടമുള്ളതല്ല. പക്ഷേ എനിക്ക് ഈ കേക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഹേർട്ടായിക്കോട്ടെ, ആ ഹേർട്ട് ബീറ്റ് പോകുന്നതെല്ലാം ചേച്ചി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചിപ്പിയുടെ ഗിഫ്റ്റാണ്, ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ തന്നെ അത് തിരിച്ച് വാങ്ങിച്ചു വെച്ചു. എന്നിട്ടാണ് ഞാൻ ഓർത്തത്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഗിഫ്റ്റ് എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ അതുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനത് എൻ്റെ സ്വന്തമായിട്ടും കരുതിപ്പോയി. ചെക്കു എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റായിരുന്നു. അത് ടോട്ടലി ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. ട്രൈപോഡായിരുന്നു എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ലാമ്പും കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ഇത് ഫേസ് വാഷ് വാച്ച് ഷൂസ് ഉണ്ട്, പക്ഷേ ഞങ്ങളില്ല അല്ലേ. അത് എന്റെ ഫ്രണ്ട്സ്. ആൻഡ് ഇതെൻ്റെ ഫാദറിൻ്റെ ഗിഫ്റ്റാണ്. ഒരു ക്രോപ്പ് ടോപ്പും കാർഗോ പാൻറ്റും ആണ്. ഇത് ചെക്കുന്ന് വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ്. നെക്സ്റ്റ് അങ്ങനെ ഫുഡിങ് സെക്ഷനിലേക്ക് കടന്നു. ഞങ്ങൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾ എപ്പോഴും സദ്യയാണ് ഉണ്ടാക്കാറുള്ളത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സദ്യ തന്നെയാണ്. മന്തി ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സദ്യയാണ് ഇഷ്ടം. എനിക്ക് ചോറും മീനും ഇതൊക്കെയാണ് എനിക്കിഷ്ടം. സദ്യ എന്ന് പറഞ്ഞാൽ ഇതിൽ ബീഫുണ്ട് ഗൈസ്. എന്നിട്ട് ഞങ്ങളുടെ മാൻഡേറ്ററി സെക്ഷനായ റീൽസിലേക്ക് കടന്നു. എപ്പോഴും റീലെടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്, പക്ഷേ റീലെടുക്കുന്നതെല്ലാം ബ്ലൂപ്പറായി പോകത്തേ ഉള്ളൂ. ഡാൻസൊന്നും അറിയില്ലേ, ഞങ്ങൾ ചുമ്മാ തട്ടിക്കൂട്ടി ഡാൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ ഇതും ഒരു ബ്ലൂപ്പറായിട്ട് തന്നെ ഉണ്ട്. എപ്പോഴും പ്ലാൻ ചെയ്യും, ഭയങ്കര പ്രാക്ടീസൊക്കെയാണ്, പക്ഷേ റീലൊന്നും നടക്കില്ല. എപ്പോഴും അത് ബ്ലൂപ്പറായി